ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ബ്രെൽവിയാണ്. അദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിലെ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻറ്റർ നടത്തുകയാണ്. ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 2 വർഷത്തിലേറെയായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, എന്താണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതിനേക്കാൾ അത് എന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത്തരമുള്ളൊരു ആ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു വ്യക്തി അയാൾ ഭയങ്കര ഗ്രാൻഡിയോസ് എന്ന് പറയുന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫ് ഇമ്പോർട്ടൻസ് ആയിരിക്കും. ആ വ്യക്തി ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മറ്റാളുകൾ കൂടിച്ചേരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എവിടെയാണെങ്കിലും അയാൾക്ക് മാത്രമായിരിക്കുള്ളൂ ഇമ്പോർട്ടൻസ് ഉള്ളത്. അയാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കിട്ടണം. ആ വ്യക്തി സ്വയം ഞാൻ യുണീക്കായിട്ടൊരു പേഴ്സണാലിറ്റിയാണ്, ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. മറ്റുള്ളവരെ എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും അത്രമാത്രം അവർ പോലും അറിയാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് പലപ്പോഴും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ടോ ആൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇയാളുള്ളിലുണ്ടെന്നുള്ളത്? സാധാരണഗതിയിൽ ആ വ്യക്തി തിരിച്ചറിയപ്പെടാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം സെൽഫ് ഇമ്പോർട്ടൻസ് ആണല്ലോ. ആ വ്യക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാണ് ആ വ്യക്തിയുടെ ശരി. ഞാൻ പറയുന്നത് ശരി, എനിക്ക് ചുറ്റും ഞാൻ എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ശരിയെന്ന് അതിനെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ പോലും സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിരിക്കും. അതായത് ഈ വ്യക്തി പറയുന്നതിന് ഒരാളെ എതിർക്കാൻ പറ്റില്ല. ഡോക്ടറെ, ഒരു സംശയം ചോദിച്ചോട്ടെ. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കൊണ്ട് പല ഡിവോഴ്സുകളും നടക്കുന്നു എന്നൊക്കെ. അപ്പം അത്ര അപകടകാരികളായിരിക്കും ഇവര്? തീർച്ചയായിട്ടും. ഇതിന് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ള അതിൽ നാർസിസ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഗ്രീക്ക് മിത്തോളജിയിലുണ്ട്. അത് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാർസിസസ് എന്ന് പറയുന്ന ആള് ഭയങ്കര ഹാൻഡ്സം ആയിട്ടുള്ള, അരഗൻ്റ് ആയിട്ടുള്ള, പ്രൗഡായിട്ടുള്ള ഒരാളായിരുന്നു ആ വ്യക്തിയത്. അപ്പോൾ അയാൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് പറയാൻ പറ്റും. ദേവന്മാർക്കൊന്നും അയാളെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഇവരെ ഒരു ശാപം കൊടുത്തു എന്നാണ് പറയുന്നത്. ഈവൻ എക്കോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഗ്രീക്ക് മിത്തോളജി അറിയാമല്ലോ. ഗ്രീക്ക് മിത്തോളജി പലപ്പോഴും രൂപാന്തര കഥകൾ എന്ന് പറയുക. ഒരു വ്യക്തി എന്തെങ്കിലും ഇതുപോലെ അയാളുടെ ജീവിതത്തിൽ അവസാനം അയാളുടെ മരണത്തിന് ശേഷം അയാൾ ഏതെങ്കിലും ചെടിയായിട്ടോ ഇതൊക്കെ ആയിട്ട് മാറുന്നു, രൂപാന്തരം പ്രാപിക്കുന്നു എന്ന് പറയുക. പിന്നെ നാർസിസസ് എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട്, ഒരു ചെടിയുണ്ട്, പൂവുണ്ട്. അപ്പം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ കഥ പറയുന്നത്. ഈ നാർസിസസ് എന്ന് പറയുന്ന ആൾ സ്വന്തമായിട്ട് അയാൾക്ക് സെൽഫ് ലവ് ആയിരുന്നു. അതുകൊണ്ട് അയാളുടെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ, എക്കോ എന്ന് പറയുന്ന പ്രതിധ്വനി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ്, നിംഫാണ്. അവളും ഇത് പുറകെ നടന്നിട്ടൊന്നും ഇയാൾ മൈൻഡ് ചെയ്യില്ല. ഇയാൾക്കതൊന്നും വേണ്ട. ഇയാളെ മാത്രം സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ ദേവന്മാരുടെ ഒരു ശാപവും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക, ഇയാളൊരു തടാകത്തിൽ ഇയാളുടെ പ്രതിബിംബം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾ അതിനകത്ത് ആകൃഷ്ടനാകുകയാണ്. അത്രമാത്രം ഇയാളോട് ഇഷ്ടമാണ്. ചുറ്റുപാടുള്ളതൊന്നും അറിയുന്നില്ല, ഒന്നും അറിയില്ല. അയാൾക്ക് ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയെത്തി അവസാനം അയാൾ അവിടെ മരണപ്പെടുന്ന ആ സ്ഥലത്താണ് ഒരു ചെടിയായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് നാർസിസസ് എന്ന് പറയുന്ന ഒരു പുഷ്പമായിട്ട് മാറുന്നു എന്ന കഥ. അപ്പോൾ അതിൽ നിന്നാണ് ഈ വാക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കൃത്യമായിട്ട് അറിയാലോ, സെൽഫ് ലവ്. അത്ര അരഗൻ്റാണ്. സെൽഫ് ഇമ്പോർട്ടൻസ് അവർക്ക് വേണം. അവർ പിടിച്ചു വാങ്ങും. അപ്പം നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന സൊസൈറ്റിയിൽ പലപ്പോഴും ഇവർ നല്ല വ്യക്തികളായിരിക്കുള്ളൂ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ആളുകൾ സൊസൈറ്റിയിൽ ഇവരറിയപ്പെടാതെ, കാരണം എല്ലാവർക്കും ഇവർക്ക് കഴിവുണ്ടാവും. കാണാനൊക്കെ ചിലപ്പോൾ രൂപഭംഗി എങ്ങനെയെന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഇവർക്ക് സെൽഫ് ലവ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള മനസ്സിൽ അവരുടെ ആ ഒരു വിഷൻ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അവരെല്ലാവരുടെ പെരുമാറുന്നു. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ, അവരോട് വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ് ആ വ്യക്തിത്വത്തിൻ്റെ ചില തിന്മകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ, ഹസ്ബൻഡ് ഭയങ്കര ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. 1938 നാടകത്തിൻ്റെ പേര് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു ഭാര്യയെ എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു ഹസ്ബൻഡ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയെ ചെറിയ കൊഞ്ചിക്കും, ലാളിക്കും, അതുപോലെ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്, അതുപോലെ ആയിരിക്കും അവർ അഭിനയിക്കുന്നത്. അവരഭിനയിക്കുന്നത് അവരറിയുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അവരുടെ ലക്ഷ്യം എന്താ,
അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നേടിയെടുക്കുക നടക്കും. സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും അവർ ഒന്നാമത് നിൽക്കുന്നു. അതിനവരെന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റവും പറയും, മോശം പറയും. ചുറ്റുമുള്ള ആളുകളൊക്കെ അവരിങ്ങനെ മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു കളയും. ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഒരു പിന്നെ പറയില്ലേ, മദറിലോയും ഡോക്ടറിലെയും തമ്മിലുള്ള പ്രശ്നത്തിൽ പലപ്പോഴും അങ്ങനെ ഇരിക്കുള്ളൂ. എൻ്റെ അടുത്ത് വന്ന പല കേസുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ മദറിലോ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇവരെ പറ്റിയുള്ള മോശം കാര്യങ്ങളായിരിക്കും ചുറ്റും അറിയുന്നത്. ഇവർ വാസ്തവത്തിൽ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരിക്കുള്ളൂ. അവരുടെ സ്വത്താണെങ്കിലും സമയമാണെങ്കിലും എല്ലാം എനിക്ക് എല്ലാം വേണം. ഞാൻ എന്ന് പറയുന്ന സെൽഫ് ഇമ്പോർട്ടൻസ് അവർക്ക് വളരെ. ഇവരൊരാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്നവർ സമ്മതിച്ചു കൊടുക്കുകയില്ല. ഇനി എങ്ങാനും ഇവർ ആരെങ്കിലും തഴയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരിലൊരു സിമ്പതി ജനിപ്പിക്കും. ഞാനൊരു വിക്റ്റിമായല്ലോ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങൾക്കേ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം അവരുണ്ടാകും. അപ്പോൾ മറ്റവരാരാകും? പ്രൊട്ടക്ടറാകും. എന്നാൽ പിന്നെ ഇവരെ ചെയ്യും. പക്ഷെ ഇത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യണത്. പലപ്പോഴും ഇത് വൈകിയാണ്. പലപ്പോഴും ഈ ഒരു പേഴ്സണാലിറ്റി നമ്മൾ അറിഞ്ഞു വരുമ്പോൾ വൈകിപ്പോവും.